തലവേദനയുള്ള ആളുകൾ കണ്ണൊന്ന് പരിശോധിക്കാൻ അത്തരം ആളുകളോട് പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം കണ്ണിൻ്റെ പല അസുഖങ്ങളും തലവേദനയായി പ്രകടമാകാറുണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാഴ്ചക്കുറവുകളുള്ള ആൾ. പ്രത്യേകിച്ച് ഒരു ആക്സിസിൽ കാഴ്ചക്കുറവുള്ള ആസ്റ്റിഗ്മാറ്റിസമുള്ള കണ്ണട വെക്കേണ്ടി വരുന്ന ആളുകൾക്ക് അവർ കണ്ണട ഉപയോഗിക്കാതെ നോക്കുകയാണെങ്കിൽ അത് കണ്ണിനൊരു സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് ഒരു തലവേദനയായി മാറുകയും ചെയ്യും. അത്തരം ആളുകൾ ഒരു കണ്ണട വെക്കുന്നതോടുകൂടി അവരുടെ കാഴ്ചയുടെ അല്ലെങ്കിൽ തലവേദനയുടെ പ്രശ്നം മാറും. അപ്പോൾ അതാണ് ഒരു കാരണം. ചില ആളുകൾക്ക് വായിക്കുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടുന്ന അല്ലെങ്കിൽ കൺവേർജൻസ് കണ്ണിൻ്റെ അടുത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പ്രയാസമുള്ള അവസ്ഥകളുണ്ടാവും. അത്തരം ആളുകൾക്ക് കണ്ണിൻ്റെ സ്ട്രെയിൻ ഉണ്ടാവും. അത് ചില എക്സസൈസ് വഴിയൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. വേറെ ചില ആളുകൾക്ക് കണ്ണിനകത്തുള്ള ചില അസുഖങ്ങളായിരിക്കാം അവരുടെ തലവേദനയുടെ കാരണങ്ങൾ. കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന അല്ലെങ്കിൽ കണ്ണിൽ നീര് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് കണ്ണിൻ്റെ പ്രഷർ ഒരുപാട് കൂടി ഛർദ്ദിക്കുകയും കണ്ണിന് വേദന ഉണ്ടാവുകയും അതൊരു വലിയ തലവേദന ആയിക്കൊണ്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത്തരം ആളുകൾക്ക് കണ്ണ് പരിശോധിച്ചാലാണ് അവരുടെ തലവേദനയുടെ കാരണം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തലക്കകത്ത് ചില പ്രശ്നങ്ങളുള്ള ചില മുഴകളുള്ള അല്ലെങ്കിൽ തലക്കകത്ത് പ്രഷർ കൂടുന്ന റേസ്ഡ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ തലയുടെ അകത്തുള്ള പ്രഷർ കൂടുന്ന അവസ്ഥകളിലൊക്കെ കണ്ണ് പരിശോധിച്ചാൽ കണ്ണിൻ്റെ ഞരമ്പിൽ നമുക്ക് ചില നീരുകൾ കാണുകയും അതുമൂലം ഈ തലക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അത്തരം ആളുകൾക്ക് സ്കാനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തലക്കകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ് നേത്രപരിശോധന. അപ്പോൾ അങ്ങനെ തലവേദനയുള്ള ആളുകൾക്ക് പല രീതിയിൽ നമുക്ക് നേത്രപരിശോധന ഉപകാരം ചെയ്യും. അപ്പോൾ തലവേദനയുള്ള ആളുകൾ നിർബന്ധമായി അവർക്ക് കാഴ്ചക്കുറവുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുകയും അത്തരം കാഴ്ചക്കുറവുകളായിരിക്കാം അവരുടെ തലവേദനയുടെ കാരണങ്ങൾ. സാധാരണ രീതിയിൽ ഒരു മൈഗ്രെയിൻ കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന പല തലവേദനകളും അവർ കണ്ണട വെക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കാഴ്ചക്കുറവുള്ളത് കൊണ്ടോ ആവാം. അതുകൊണ്ട് തലവേദനയുള്ള ആളുകൾ നിർബന്ധമായും ഒരു തവണ കണ്ണ് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.